കഴിഞ്ഞ 3 ദിവസമായിട്ട് അട്ടപ്പാടിയിലായിരുന്നു. കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന 12 അംഗ ടീമും അതോടൊപ്പം തന്നെ എടയൂര്, പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ നിന്ന് വന്നിട്ടുള്ള അവരുടെ പഞ്ചായത്തുകളുടെ പ്രതിനിധികളായിട്ടുള്ള കുറച്ച് പേരും അടങ്ങുന്ന ഒരു ടീമിന് അട്ടപ്പാടിയിൽ കില ഒരുക്കിയ ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. സാധാരണ പരിശീലനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്ലാസ് മുറികളിൽ അടഞ്ഞിരിക്കാതെ അട്ടപ്പാടിയുടെ വിവിധ പ്രദേശങ്ങൾ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടു. തോടുകളും പുഴകളും ബണ്ടുകളും കനാലുകളും പാലങ്ങളും അരുവികളും എല്ലാം കണ്ടു. മനസ്സിന് വല്ലാത്ത കുളിർമയേകുന്ന ഒരു കാഴ്ചയായിരുന്നു അതെല്ലാം. ഒപ്പം അതിൻ്റെ ഒക്കെ പിന്നിൽ മരുഭൂമി പോലെ കിടന്നിരുന്ന ആ പ്രദേശത്തെ അത്രയും മനോഹരമാക്കി മാറ്റിയതിന് പിന്നിൽ ഒരുപാട് ആളുകളുടെ എഫേർട്ടുണ്ട്, നിരന്തരമായ കഠിനാധ്വാനമുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് വിവരിച്ചു തരാൻ കിലയുടെ ഫാക്കൽറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പമുള്ള യാത്രകളായിരുന്നു. പുതൂർ, ഷോളയൂർ പഞ്ചായത്തുകൾ ഞങ്ങൾ സന്ദർശിച്ചു. അവിടുത്തെ ആദിവാസി മേഖലയിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചു. അവരോടൊപ്പം ആടിയും പാടിയും ഒക്കെ അവരുടെ പല ജീവിത സാഹചര്യങ്ങൾ ഞങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കി. തീർച്ചയായിട്ടും എന്തുകൊണ്ടും വളരെയേറെ പ്രാധാന്യം നിറഞ്ഞ പരിശീലന പരിപാടികളായിരുന്നു. അത് അത്രയധികം ഹൃദ്യമാകാൻ കാരണം എല്ലാം കണ്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കുന്നതിനപ്പുറത്തേക്ക്, വായിച്ച് മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് കണ്ടും കേട്ടും തൊട്ടും അറിയുന്നതിൻ്റെ ആ ആഴവും വ്യാപ്തിയും തീർച്ചയായും വേറെ തന്നെയാണ്. തീർത്തും മരുഭൂമി പോലെ കിടന്നിരുന്ന പ്രദേശങ്ങളിലേക്ക് ജലത്തിൻ്റെ സാന്നിധ്യം എത്തിക്കുകയും അതിലൂടെ അവിടെ കൃഷിയും അതിനോടനുബന്ധിച്ചുള്ള തൊഴിൽ മേഖലകളും ഉണ്ടാക്കുകയും പ്രകൃതിയെ പൂർണ്ണമായും മാറ്റിയെടുത്തതിലൂടെ ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ മാറ്റാൻ കഴിഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കുകയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള പരിശീലന പരിപാടികളാണ് ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും വേണ്ടത്. സ്വന്തം നാട്ടിൽ അതിനെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സമയം കൂടി കിട്ടേണ്ടതായിരുന്നു എന്നുള്ള ഒരു തോന്നലാണ് മനസ്സിലുണ്ടായത്. ഭരണസമിതികൾ അധികാരത്തിൽ വരുന്ന ഉടനെ തന്നെ ഇത്തരത്തിലുള്ള നല്ല പരിശീലനങ്ങൾ കില അവർക്ക് വേണ്ടി സംഘടിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഞങ്ങളോടൊപ്പം നിന്ന കിലയുടെ എല്ലാ ഫാക്കൽറ്റീസിനോടും എല്ലാവരോടും വല്ലാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. ഏതായാലും നല്ല ഒരു അനുഭവമായി മാറി. ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ആ കാഴ്ചകളൊക്കെ ഉൾക്കൊണ്ടു അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിറഞ്ഞ സംതൃപ്തിയോടെയാണ് മടങ്ങിയത്.